മോർണിംഗിൽ നിങ്ങൾക്ക് ക്ലെൻസർ സ്കിപ്പ് ചെയ്യാൻ പറ്റും. അതിനുശേഷം മോയ്സ്ചറൈസർ ഫോളോ ചെയ്യാം. മോയ്സ്ചറൈസേഴ്സിന്റെ റെക്കമെൻഡേഷൻസ് പറയുകയാണെങ്കിൽ ഡോട്ട് ആൻഡ് ഗീയുടെ സെറമേഡ് അടങ്ങിയ മോയ്സ്ചറൈസർ, നമ്മുടെ ഹൈഫന്റെ പില്ലോ റിച്ച് മോയ്സ്ചറൈസർ, സെറാവിയുടെ മോയ്സ്ചറൈസറും നല്ല ഓപ്ഷനാണ്. പിന്നെ ഹൈൽഡ്രോണിക് ആസിഡ് ആണെങ്കിൽ ഏത് ഹൈൽഡ്രോണിക് ആസിഡ് ആയാലും മതി. മിനിമലിസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഫോക്സ്ടെയിൽ ഉണ്ട് ഹൈൽഡ്രോണിക് ആസിഡ്, അതുപോലെ തന്നെ നമ്മുടെ ഡെർമക്കോയിൽ ഉണ്ട് ഹൈൽഡ്രോണിക് ആസിഡ്. ഏതെങ്കിലും ഒരു ഹൈൽഡ്രോണിക് ആസിഡ് സിറം മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് നിയാസിനമൈഡിലോട്ട് പോകുമ്പോൾ 5% ആണ് നല്ലത്. മിനിമലിസ്റ്റിലുണ്ട്, പ്ലമ്മിലുണ്ട്, സുഗന്ധിയിലുണ്ട്, ഡീകൺസ്ട്രക്റ്റിലും ഒക്കെ 5% നിയാസിനമൈഡ് സിറവും അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി സൺസ്ക്രീനിലോട്ട് പോകുമ്പോൾ ഏത് സൺസ്ക്രീൻ ആയാലും മതി. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, മാറ്റ് ഫിനിഷ് അല്ലാത്ത സൺസ്ക്രീൻ സെലക്ട് ചെയ്യുക. ജെൽ ഫിനിഷ് അല്ലാത്ത സൺസ്ക്രീനും നല്ല ഓപ്ഷനാണ്. ഇനി റെക്കമെൻഡേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഫോക്സ്ടെയിലിന്റെ ഗ്ലോ സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ വിഷ് കെയറിന്റെ ഗോഡ് മിൽക്ക് സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. ഡോട്ട് ആൻഡ് ഗീയുടെ പിങ്ക് കളർ സൺസ്ക്രീൻ, പിന്നെ അക്വലോജിക്കയുടെ പിങ്ക് കളർ സൺസ്ക്രീനും നല്ല ഓപ്ഷൻസ് ആണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആണ് വീഡിയോക്ക് ഫുൾ ആയാലും മറക്കണ്ട.